ലോകത്ത് എന്തൊക്കെ സാധ്യമാവില്ല എന്ന് പറയുന്നോ ആ സാധനങ്ങളൊക്കെ ദുബായിൽ ഒരു നടത്തിയിട്ട്. ഈ ബുർജ് ഖലീഫ ഒക്കെ ഉണ്ടല്ലോ, ജോഗ്രഫിക്കലി നോക്കുകയാണെങ്കിൽ ഒരിക്കലും പോസിബിൾ അല്ലാത്തൊരു ലൊക്കേഷനാണ് ദുബായ്. റീസൺ എന്താണെന്നറിയോ? ഒന്ന് സാൻഡ് സ്ട്രോങ് അല്ല, രണ്ട് ഈർപ്പം കൂടുതലാണ്, അതിൽ തന്നെ സോൾട്ട് കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് ഇവർ കുറെ പണിയെടുക്കണം. ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മാൻഹട്ടനിൽ അവിടെയാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ സ്കൈ സ്ക്രാപ്പേഴ്സ് ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. അവിടെ എത്ര പൈലിംഗ് ആണോ വേണ്ടത് അതിന്റെ 4x പൈലിംഗ് വേണം ബുർജ് ഖലീഫ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ. അവിടെ ഒന്നാണെങ്കിൽ ഇവിടെ 4 വേണം. ഓക്കെ, അത് ബേസ്. 2 ഇവിടെ വെള്ളത്തിന്റെ അംശം കൂടുതലാണ്, അതുപോലെ തന്നെ സോൾട്ടിയാണ്. അപ്പോൾ എപ്പോഴും തുരുമ്പെടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ട് അത്ര എപ്പോഴും ഈ ബുർജ് ഖലീഫ ഈ ഫൗണ്ടേഷനിലൂടെ റെസ്റ്റിംഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരവിടെ സാധ്യമാക്കിയതൊന്നും ഭയങ്കര ഈസി ആയിട്ടല്ല. ദുബായ്ക്ക് ഓയിൽ മണി ഇല്ല. നമ്മൾ ചിന്തിക്കുന്ന പോലെ ദുബായ് ഓയിൽ റവന്യൂ അല്ല. ദുബായ്ക്ക് 2% ഓയിൽ റവന്യൂ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ദുബായ് ഒരു വിഷന്റെ